നിങ്ങൾ പറയുന്ന 100 മണ്ടന്മാർ ചേർന്നാൽ അറിവുണ്ടാവും. അറിവ് കൂടും കൂട്ടായ്മകളുമല്ലെന്നവർ ഉറപ്പിച്ച് പഠിപ്പിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വിപരീതമാണ്. ആ അറിവിനെ വിളിച്ചിട്ടാണ് പറയുന്നത് കാത്തുകൊള്ളണേ. ഇവിടെ 2 രീതിയിലാണ് പറയുന്നത്. അങ്ങ് ഇങ്ങ് കാത്തുകൊള്ളണേ. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. ഇതമെന്ന് വൃത്തിവിശേഷമായി എന്നിലുണ്ടാകുന്ന ഓരോ ഭാവങ്ങൾക്കും അനന്തകോടി പരിണാമഭേദങ്ങൾ വരുമ്പോഴും മാറ്റമില്ലാത്ത തദ്രൂപം മുറിയാതെന്നിൽ നിലകൊള്ളണമേ എന്ന്. അത് ചേരാതെ വരുന്ന ഇതം വൃത്തികളെല്ലാം എന്നെ അജ്ഞാനത്തിലേക്ക് നയിക്കുമെന്നും അതദ്വ്യാവൃത്തി വേണമെന്നും പുഷ്പതന്തൻ. അതദ്വ്യാവൃത്യായം ചകിതമഭിതത്തെ ശ്രുതിരവി. ശിവമഹിമയിൽ പുഷ്പതന്തൻ. സന്ധ്യയ്ക്ക് പണ്ടൊക്കെ ഇരുന്ന ആളുകൾ അത്താഴം കൊണ്ടുവന്നതിന് മുമ്പ് ശിവമഹിമനെയൊക്കെ ജപിക്കുമായിരുന്നു. അസുരഗിരിസമം കജ്ജലം സിന്ധുപാത്രി സുരതരു വരശാഖാലേഖനീ പത്രമുർവി ലിഖതി യതി ഗൃഹീത്വാ ശാരദ സർവകാലം തദവി തവ ഗുണാനാമീശ വാരം നയാതി. അത്ര ഗംഭീരനാണ്. അതിൽ പുഷ്പതന്തൻ പറയും അതദ്വ്യാവൃത്യായം ചകിതമഭിതത്തെ ശ്രുതിരവി. അതദ്വ്യാവൃത്തി, അതത് ഇതം, തത് അല്ലാത്തത്, തത് ബ്രഹ്മനിഷ്ഠം, തത് ത്വമഹി അങ്ങ്, ഇങ്ങ്. അങ്ങല്ലാതെ ഇങ്ങായിപ്പോയി ഞാൻ അജ്ഞാനം കൊണ്ട്. നീ അങ്ങ് പിടിച്ചാലല്ലാതെ ഞാൻ അങ്ങോട്ട് കയറുകയല്ല. പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അങ്ങായി ഞാൻ ആദ്യം മാറും. അവിടെ ഇരിക്കുന്നയാള് അനങ്ങുമില്ല, പേടിക്കണ്ട. അവിടെ ഇരിക്കുന്നയാൾ അവിടെ ഇരിക്കുകയുള്ളൂ. പക്ഷെ എൻ്റെ മനസ്സ് അവിടെ ഇരിക്കുന്നയാളായിട്ട് മാറും. അപ്പോൾ എന്നിൽ അങ്ങ് ഒരാളുണ്ടാവും. ബോധം, എൻ്റെ ബോധം അകത്തിരിക്കുന്നവനായി മാറും. അങ്ങനെ മാറി അവനോട് എൻ്റെ താഴ്ന്ന ബോധം സംവദിക്കും, പ്രകർഷേണ അർത്ഥിക്കും. എൻ്റെ ബോധത്തിൻ്റെ 2 ഭാവങ്ങളാണ് അങ്ങും ഇങ്ങും. എൻ്റെ മനസ്സ് നന്നായിരിക്കുമ്പോഴാണെങ്കിൽ ഭഗവാനെ അവിടുന്ന് കേട്ടു സമാധാനമായി എന്ന് പറഞ്ഞ് പോയാൽ എല്ലാ കാര്യവും വിജയിക്കും. ഞാൻ പോകുന്ന കാര്യങ്ങൾ അത്ര ശരിയല്ലെന്ന് എനിക്ക് തന്നെ അറിയാവുന്നതാണെങ്കിൽ ഇന്ന് കരയിച്ചിരിക്കുകയാണ്, 100 രൂപ ഇട്ടിട്ടുണ്ട്, തൃപ്തിയായില്ലെന്ന് എനിക്കറിയാം, 500 രൂപ അടുത്ത ആഴ്ച കൊടുത്തേക്കാം. എന്നിട്ടും ആ കള്ളൻ അത് സാധിച്ചു തന്നില്ല. കാരണം അങ്ങിരിക്കുന്ന മനസ്സ് ഇങ്ങിരിക്കുന്നതിനെ അംഗീകരിച്ചില്ല. പ്രാർത്ഥന അത്രയേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നവനും ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവനും താൻ തന്നെ ആകുന്നവരെ ഈ പ്രാർത്ഥനയുള്ളൂ. അതുള്ളിടത്തോളം കാലം നിങ്ങളെ ഇതിന് ചുറ്റിപ്പറ്റിയൊക്കെ കാണും. അത് കഴിഞ്ഞാൽ ഇതിന് തെരുവ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിക്കലും കാണും. മനസ്സിലായില്ല? എല്ലാം ഈ അങ്ങും ഇങ്ങുമാണ്. നിങ്ങൾ പോയിടത്തൊക്കെ എങ്ങനെയാണ്? ഇനി പോകാൻ പോകുന്നിടത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവതങ്ങളെല്ലാം എൻ്റെ ബോധം തന്നെയാണ്. അത് ഉയർന്നു നിൽക്കുമ്പോൾ അതിനപ്പുറത്തൊന്നും ഉണ്ടാവില്ല. ആരാധിക്കുന്നവനും ഞാൻ തന്നെയാണ്. എത്ര ആരാധനകൾ, എത്ര ജന്മങ്ങളിലൂടെ എത്ര മാറി. ശൈവവും ശാക്തേയവും വൈഷ്ണവവും ആയതൊക്കെ മാറി മാറി പരീക്ഷിച്ചില്ലേ? സ്മൃതി മന്ദിരത്തിൽ എത്ര ദേവതകളെ ഇളക്കി പ്രതിഷ്ഠിച്ചു നിങ്ങൾ. മനസ്സിലായില്ല? ഇനി എത്രയെണ്ണം പ്രതിഷ്ഠിക്കാനിരിക്കും. എത്ര കലശങ്ങൾ മാറി മാറി കഴിച്ചു, എത്ര മണികിലേക്ക്, എത്ര പുണ്യാഹങ്ങൾ നടത്തി. ഉത്സവങ്ങളും കൊടിയേറ്റങ്ങളും മാറി മാറി നടത്തിയിട്ടും മനുഷ്യൻ അവന്റെ സ്വത്വത്തെ നിരാസം ചെയ്തുകൊണ്ട് ചെയ്യുന്നതൊന്നും അവിടെ എത്തില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന അവിടുന്ന് കാത്തരുളുന്നില്ലെങ്കിൽ ഇനിയും എത്ര മാറേണ്ടി വരും. ഇഷ്ടങ്ങളുടെയും ഇഷ്ടമില്ലായ്മകളുടെയും ലോകങ്ങളിൽ മാറി മാറി കേളിയാടുന്ന ഈ മാനവജന്മം, ഇതിനെന്നാണ് ഒരു അന്ത്യമുണ്ടാവുക? മനസ്സിലായില്ല? ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്. ഇതിനുള്ളിൽ പറയാൻ വഴിയുള്ളൂ. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാധിക്ക് എൻ്റെ ഭവസാഗരത്തിന്. ഭാരതത്തിൻ്റെ ആദിമകാലം മുതൽ ഈ ജീവിതത്തെ ഒരു കടലായിട്ടാണ്. ഗീതയിലും പറയും, ധ്യാന ശ്ലോകത്തിൽ മധുസൂദന സരസ്വതി ഊരുഭംഗത്തിൽ ഭാസനുമൊക്കെ പറയും. ഭാസന്റെ ഊരുഭംഗത്തിലും കാണാം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ഭീഷ്മദ്രോണ തട ജയദ്രഥ ജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോര മകര ദുര്യോധന ആവർത്തിനി സ്വത്തീർണ ഖലു പാണ്ഡവൈ രണനദി കൈവർത്തക കേശവ. അവൻ കൂടേണ്ട പേടിക്കാനില്ല, കൈവർത്തകൻ തന്നെ ആയിരിക്കണം, ഇല്ലേ മുങ്ങും നിശ്ചയം. കേശവൻ എന്നതുകൊണ്ട് നിന്നില്ല, കേശവന് വിശേഷണമുണ്ട് കൈവർത്തകൻ. കൈവർത്തകൻ കൂടെ ഉണ്ടെങ്കിൽ പഞ്ചി മുങ്ങില്ല.
കാരണം അവനറിയാം ചുഴിയും തിരയും ഒക്കെ എങ്ങനെയാണ് തോണി തുഴഞ്ഞ് കരകയറുന്നത്. അവന്റെ തോണി ചുഴിയിൽ പെടില്ല. നല്ല കൈവർത്തകനെ മുറുക്ക പിടിക്കണം. അവിടെയുണ്ട് ഈ ഭവസാഗരം. സ്വാമി വിവേകാനന്ദനും പാടുന്നുണ്ട്, സംസാരമാകും മഹാബ്ധിയിൽ. ആരണ്ടൊക്കെ പടർന്നു. സ്വാമി വിവേകാനന്ദന്റെ ഈ പാട്ട് കേട്ടിട്ടില്ല? സംസാരമാകും മഹാബ്ധിയിൽ എന്നൗക മുങ്ങുകയായി അമ്മേ മുങ്ങുകയായി. കേട്ടിട്ടില്ല? എന്റെ നൗക മുങ്ങിപ്പോകാൻ തുടങ്ങുക. പായയൊക്കെ കീറിപ്പോയി. പായ ഒരെണ്ണമുണ്ട്, അത് കീറിപ്പോയി. പങ്കായ ഒടിഞ്ഞും പോയി. യാതൊരു നിർത്തിയില്ല. വിശ്വാസമാകുന്ന പായയും തൊന്നത് മിക്കതും ജീർണിച്ച മട്ടിലായി. എന്റെ തോണിക്കാരൻ സമർത്ഥനമല്ല. അവസാനം സ്വാമികൾ പറയുന്നത്, നാമമാം തോണിയിൽ തൂങ്ങി നിൽക്കാം. നിന്റെ നാമമാകുന്ന തോണിയിൽ ഞാനൊന്ന് തൂങ്ങി നിൽക്കാം, എന്നാലും രക്ഷപ്പെടുന്നാവും. അറ്റകയ്യാം. കേട്ടിട്ടില്ല ഈ പാട്ടൊന്നും? വേണ്ടതൊന്നും കേൾക്കാറുണ്ടാവില്ല. വല്ല സിനിമാ പാട്ടിന്റെ ഈരടി മാറ്റിപ്പാടി അല്ലേ, ദേവി ശ്രീദേവി അതൊക്കെ മാറ്റി മൈക്ക് കിട്ടിയാൽ അടിച്ച് കീർത്തനമാക്കി പാടി പഠിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പാരടി പീഡിയിലായപ്പോൾ മോഡലിൽ കീർത്തനമാക്കി പാടി ഉണ്ടാവും. നല്ല കാര്യം ഒന്നും പറയുമ്പോൾ നിങ്ങൾ തലയാട്ടൊന്നുമില്ല, കേട്ടിട്ടുമില്ല. ഇത് ചെയ്യുമെന്ന് പറയാം, കഷ്ടം. അപ്പോൾ ഏതായാലും സ്വാമിജി ഇങ്ങനൊരു പാട്ട് പാടുന്നു. രാമകൃഷ്ണ ഭജനാവലിയൊക്കെ എടുത്ത് പാടി നോക്കിയാൽ എനിക്ക് പറയാനേ അറിയുള്ളൂ, നിങ്ങൾക്ക് പാടാൻ അറിയുമായിരിക്കും. അപ്പം അതിൽ ഗംഭീരമായിട്ട് സ്വാമിജി പറയുന്നുണ്ട്, നിന്റെ നാമമാകുന്ന തോണിയിൽ ഞാനൊന്ന് തൂങ്ങി നിൽക്കാം. അതിനോട് വളരെ സ്വാദൃശ്യം പുലർത്തുന്നുണ്ട് ഗുരുദേവന്റെ ഈ കൃതി. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവി വൻതോണി നിൻ പദം, നിൻ പദം, നിൻ നാമം. നിന്റെ കാൽപാദങ്ങളെന്നും അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ അത് നല്ലപോലെ യോജിക്കുന്നത് നിന്റെ നാമമാണ്. നിന്റെ നാമമാം തോണി എന്നെ ഈ സംസാര സാഗരം താണ്ടാൻ സഹായിക്കുന്ന ഈ ഭവാബ്ധിക്ക് നിന്റെ നാമം ഒരാവിവൻ തോണിയാണ്. വെറും തോണിയല്ല, ആവിക്കപ്പലാണ്. അപ്പോൾ വലിയതായിട്ട് പേടിക്കാനില്ല. തുഴയൊടിഞ്ഞാലും സ്റ്റീമാണ്, അക്കരെ എത്താം കഷ്ടിച്ച്, പൊങ്ങിക്കിടക്കുമെങ്കിലും ചെയ്യും. അപ്പോ ദൈവമേ നീ കാക്കണം, അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. നീ ഭവസാഗരത്തിന്, നിന്റെ നാമം ഈ ഭവസാഗരം താണ്ടാൻ പര്യാപ്തമായ ഒരാവിക്കപ്പലാണ്. നീ അതിലെ നാവികനുമാണ്. നാവികൻ നീ. ആ നാവികനും നാമവും. നാവികനെ യാത്രക്കാർ കാണാറില്ല. എവിടെയോ ഒരിടത്തിരുന്ന് യാത്രക്കാർക്കും ക്രൂവിനുമെല്ലാം നിർദ്ദേശം കൊടുക്കുന്ന ആ നാവികനെ പോലെ എനിക്ക് അജ്ഞേയനായ നിന്റെ നാമത്തെ പിടിച്ചു മാത്രമാണ് എൻ്റെ ഈ യാത്ര. കപ്പലിലെ നാവികൻ യാത്രക്കാർക്ക് ദുർവിജ്ഞേയനാണ്. ഇതിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഇടയ്ക്ക് വരും. പോയിട്ടില്ല കപ്പലല്ലേ? ഇല്ലേ ശരി, അങ്ങനെയല്ലേ? ഭവസാഗരത്തിന്റെ കപ്പലല്ലെങ്കിലും നമ്മുടെ കപ്പലും അങ്ങനെയാണ്. അപ്പൊ ഈ ക്യാപ്റ്റന്റെ നിർദ്ദേശങ്ങൾ വരും. ഇപ്പൊ പിന്നെ ക്യാപ്റ്റന് പണിയില്ലാത്ത കപ്പലുണ്ട്, അതുകൊണ്ടായിരിക്കണം ഇത് വരുമെന്ന് മുൻകൂട്ടി കണ്ടാണോന്നറിയില്ല. ആവി വൻ തോണി എന്നാ പറഞ്ഞത്. ആവിക്കപ്പലിൽ ക്യാപ്റ്റന്റെ നിർദ്ദേശം ഉണ്ടാവും. ഇപ്പൊ ഓട്ടോ പൈലറ്റും ഓട്ടോ ക്യാപ്റ്റനും ഒക്കെ ഉള്ള കപ്പലുണ്ടാവും. ഈ ആവിക്കപ്പലില് യാത്രക്കാർക്ക് ദുർവിജ്ഞേയനായ നാവികന്റെ നിർദ്ദേശങ്ങളെ യഥാവിധി ഉൾക്കൊണ്ട് പോയാൽ നമ്മൾ യാത്ര സുഗമമായി അവിടെ എത്തും. അവിടെ നിന്റെ നാമം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നിന്റെ നാമമാണ് കപ്പൽ, നീ അതിന്റെ പിന്നിലും. എന്റെ ഭവസാഗരത്തിന് ആവിക്കപ്പൽ തീർക്കുന്ന നിന്റെ നാമത്തിൽ നീയാകുന്ന നാവികന്റെ നിർദ്ദേശങ്ങളെ അനാഹതമായ എൻ്റെ ധ്വനികളിൽ കേട്ട് ഞാനിങ്ങനെ സഞ്ചരിച്ചക്കരെ എത്തിക്കൊള്ളാം. ഒരു അനാഹത ധ്വനിയുണ്ട് എൻ്റെ ഉള്ളിൽ. അനാഹതം, ആഹതം. അനാഹത ധ്വനി കേട്ടിട്ടുണ്ടോ? ഇല്ല, അനാഹതം കേട്ടിട്ടില്ല. ഇത്രയും പ്രായമായിട്ട് കേട്ടില്ലെങ്കിൽ ഇനി കേൾക്കാൻ വലിയ പാടാണ്. ആദ്യം ഈ അനാഹത ധ്വനി നല്ലോലുണ്ടാവും. അഹങ്കാരം അതിനെ കേൾക്കാൻ സമ്മതിക്കാതെ വരും. പിന്നെ അഹങ്കൃതിയിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ കേൾക്കും. പിന്നെ അനാഹതം ഉണ്ടാവില്ല. ചില ഭാഗ്യവാന്മാരുണ്ട്, അവരനാഹതം കേൾക്കാൻ കാതു കൂർപ്പിക്കും. എന്ത് പറയാൻ തുടങ്ങുമ്പോഴും എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒക്കെ അവരുള്ളിലേക്ക് നോക്കും, അനാഹതത്തിൻ്റെ അനുമതിയുണ്ടോ. ഒരിക്കലും ഇടമുറിയാത്തൊരനാഹത ധ്വനി, ഒരു പ്രണവ നിസ്വനമകത്തുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തൊന്നിനോടും മത്സരം ഉണ്ടാവില്ല, ഒന്നിനെയും തകർക്കാൻ ശ്രമിക്കില്ല. എല്ലാം ആ പരമകാരുണികന്റെ ദയാവായ്പിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. എല്ലാം ഇവിടെ വേണ്ടത് തന്നെയാണ്. ഇവിടെ ഒന്നും ഇനി ഞാനായിട്ട് മാറ്റിമറിക്കാനില്ല. എനിക്കൊന്നേ ചെയ്യാനുള്ളൂ,
ആ പരമകാരുണികന്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കാം. എന്തെങ്കിലും ഇവിടെ തിരുത്താനുണ്ടെന്ന് തോന്നിയാൽ എൻ്റെ അനാഹതം വിട്ടു. കാരണം അവന്റെ വിവരക്കുറവ് തിരുത്താൻ ഞാൻ വിവരമുള്ളവനായി വരികയാണ്. എല്ലാ പരിഷ്കർത്താക്കളും ഈശ്വര നിഷേധികളാണ്. ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലും ഇങ്ങനെ വളർത്തണമെന്നും വളർത്തിക്കളയുമെന്നും വിചാരിക്കുന്ന ഒരച്ഛനും അമ്മയും ആയാൽ പോലും ഈശ്വരനെ നിഷേധിക്കുന്നവനാണ്. മനസ്സിലായില്ല? കാരണം അയാൾ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ വേണമെന്ന്. അയാൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതിന് സഹായമായി ജീവിക്കുക. ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്നു, തഥാസ്തു. മഹാപുരുഷന്മാർ അങ്ങനെയായിരുന്നു. അവരെന്തിനും ഏതിനും അനുഗ്രഹവർഷം ചൊരിഞ്ഞു നിൽക്കുകയാണ്. കാരണം എന്ത് നടക്കുന്നതും അവിടുത്തെ തിരുവുള്ളപ്പാടാണ്. എന്ത് നടക്കണ്ടാതിരിക്കുന്നുവോ അതും അവിടുത്തെ ഇച്ഛയാണ്. അതിൽ ഞാൻ എന്ത് ചെയ്യാം? ഭഗവൻ ഞാൻ അതിലൊന്ന് ഇടപെട്ട് തിരുവുള്ളക്കേടുണ്ടാവരുതേ. ഇതാണ് അറിവ്. ഈ അറിവുണ്ടോ? ഈ ലോകത്ത് കാണുന്നതൊക്കെ, ഈ ലോകത്ത് കേൾക്കുന്നതൊക്കെ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കറിഞ്ഞ് മാറി മറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു നിഷേധി എന്നിലില്ലേ? ശരി, മനസ്സിലായില്ല? ഉള്ളിടത്തോളം കാലം നമ്മൾ ഗുണം പിടിക്കില്ല. നമ്മുടെ സമാധാനം നശിക്കുകയും ചെയ്യും. അത് അവിടുത്തെ കൃപ, അത് അവിടുത്തെ അനുഗ്രഹം. അവിടുന്ന് എത്രയോ ഉയരെ. ഇതാണ് സ്തോത്രം. ഇപ്പോഴാണ് ശരിക്കും പറയുന്ന കർത്താവിന് സ്തോത്രം. അല്ല ചുമ്മാ ഒന്നിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത്രയാകുമ്പോൾ ഹല്ലേലൂയ എന്ന് പാടാം, കുഴപ്പമില്ല. വീണ്ടും ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. ഇവിടെ വലിയൊരു തലത്തിലേക്കാണ് രണ്ടാമതെത്തുന്നത്. ആദ്യം നിന്റെ നാമമാണ് തോണി. നിന്റെ നാമമാകുന്ന തോണിയിൽ കയറി ഞാൻ എവിടെ എത്തും? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഈ വിഷയവീചികൾ മുഴുവൻ അടങ്ങിയാൽ. അടങ്ങാനൊരു വഴിയുള്ളൂ. അനുഭവവേദ്യമാകുന്ന ഈ വിശ്വത്തെ അപഗ്രഥിക്കണം. അതാ അതിൻ്റെ പ്രക്രിയ. വിവരമില്ലാതെ അനുഭവിക്കാൻ പോകുമ്പം അപഗ്രഥിക്കാനാവില്ല. വസ്ത്രം മേ, കാഞ്ചനം മേ, മേ മേ കുർവാണം, കാലവൃഗോഹന്തി പുരുഷാജം. ഭർതൃഹരി ഇതിനൊക്കെ എടുക്കാൻ അദ്ദേഹമാണ്. കാരണം പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന തരത്തിൽ അദ്ദേഹം പറയും. വസ്ത്രം മേ 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 എന്ന് പറയുന്നത് എന്തുവാ? മേ, ആട് കരയുന്നതാണ് അല്ലേ? എനിക്ക് പ്ലാവില വേണം, എനിക്ക് മാവില വേണം എന്നൊക്കെ ഈ കരച്ചിലിൻ്റെ അർത്ഥം. അതുപോലെ എനിക്ക് വസ്ത്രം വേണം, എനിക്ക് കാഞ്ചനം വേണം, സ്വർണം വേണം, അലൂക്കാസിൽ പോണം അല്ലേ? ഇങ്ങനെ മേ മേ കുർവാണം. ഈ മേ മേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാലമാകുന്ന മൃഗം അവൻ ഈ പുരുഷനാകുന്ന അജത്തെ പിടിച്ചങ്ങ് തിന്നും. അത്രേ ഉള്ളൂ ഇതിന്റെ പണി. എത്ര ക്ഷണികമായത്! അപ്പൊ ഞാൻ കാണുകയും കേൾക്കുകയും സ്പർശിച്ചറിയുകയും ചെയ്യുന്ന, കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയുന്ന ഈ അനേക ജഗത്ത്. നാരായണഗുരു അത് ആത്മോപദേശത്തിൽ വേറൊരു വിഷയം പറയും. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരൂരുവാണ്. തിരഞ്ഞുതേറിടേണം. ഇതിന്റെ പ്രക്രിയ അതാണ്. ആ ഭാനുമാന്റെ തിരുവുരുവാണ്. ഇത് തെരഞ്ഞ് കണ്ടുപിടിക്കണം. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ട് അറിയുന്ന ജഗത്ത്. ഇന്ദ്രിയങ്ങളും അന്ധക്കരണവും ചേർന്ന് സ്ഥൂല സൂക്ഷ്മ ദേഹങ്ങളോട് ചേർന്ന് അറിയുന്ന അന്യതാഗ്രഹണമുണ്ടാക്കുന്നതും കാരണദേഹത്തോട് ചേർന്ന് ആഗ്രഹണത്തിലേക്ക് വഴുതി വീഴുന്നതുമായ ഈ ജഗത്ത് ഓർത്താൽ പരവെളിയിലെ ഭാനുമാൻ, പരവെളി ദഹരാകാശം, ആത്മസൂര്യന്റെ തിരുവുരുവാണ്. അതാ കണ്ടുപിടിക്കേണ്ടത്. ഈ വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ വിഷയത്തിന് പിന്നിലെ പ്രകാശം കാണണം, വിഷയം കാണരുത്. അപ്പോഴാണ് ഈ ജഗത്തിന്റെ മാസ്മരികത മനസ്സിലാകും. ഇതിന്റെ എല്ലാം പിന്നില് ഇരിക്കുന്ന ചോദന അതിന് തരയണം. ഇവിടെ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ പിരിയുന്നിതു ദൃക്ക് ദൃശ്യമെന്നിരുപങ്കാർന്ന അഖില പ്രപഞ്ചവും അറിയുന്നതു ദൃക്ക്. അത് ഏതിനെ അറിയുന്നു?
ആയത് ദൃശ്യരൂപമാണ്. നാരായണ ഗുരുദേവന്റെ കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യസമം വന്നിട്ടുണ്ടായ വിദ്യാനന്ദ തീർത്ഥപാദരുടെ ഭഗവത് ദർശനമാണ്. ഇതിന്റെ പരമ്പരയുണ്ട്. വിദ്യാനന്ദ തീർത്ഥപാദർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്ന തീർത്ഥപാദ പരമഹംസ സ്വാമികളുടെയും ശിഷ്യനാണ്. അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഭഗവത് ദർശനം എന്ന് പറഞ്ഞൊരു കൃതി. അതിലിങ്ങനെ എഴുതുന്നു: തിരിയുന്നിതു ദൃക്ക് ദൃശ്യമെന്നിരുപങ്കാർന്ന അഖില പ്രപഞ്ചവും. അറിയുന്നതു ദൃക്ക്. ഏതിനെ അറിയുന്നു? അത് ദൃശ്യം. സിമ്പിളാണ്. അറിയപ്പെടുന്ന ഏത് ദൃശ്യവും പരിചോടൊന്ന് ചുഴിഞ്ഞു നോക്കിയാൽ, ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ ദൃക്കിലെത്തും. ദൃശ്യം അറ്റുപോകും. ദൃശ്യത്തിലില്ല, ദൃക്കിലുണ്ടാവും. പിടിയിട്ടില്ല. ഞാൻ എൻ്റെ ഭാര്യയോട് കോപിച്ച് വർത്തമാനം പറയുമ്പോൾ ആ കോപത്തിന്റെ കാരണം ഭാര്യയിൽ നോക്കാതെ കോപത്തെ നോക്കിയാൽ എന്നിലെത്തി മടങ്ങും. ശരി വരും. നീ അല്ല കോപിക്കാൻ കാരണം, നിന്റെ തന്ത തരാമെന്ന് പറഞ്ഞത് കിട്ടാത്തതിലുള്ള ദേഷ്യം എന്നിൽ പുകഞ്ഞു നിന്ന് നിന്നോടായതാ. അവൾക്കും അറിയാം. അവളും ചോദിക്കും, അങ്ങാടി തോറ്റാൻ എന്നോട് വന്ന് വേണോ? ഏത് ഭാവപ്രകടനങ്ങളും പരിചോടെ ചുഴിഞ്ഞു നോക്കിയാൽ അതെല്ലാം തന്നിലേക്ക് തിരിച്ചു വരും. എല്ലാ ഭാവങ്ങളും വരില്ല. നോക്കിയിട്ടില്ലെന്നേ ഉത്തരം പറയാൻ പറ്റും. എല്ലാം സ്നേഹവും കോപവും വെറുപ്പും പ്രിയവും അപ്രിയവും എന്ന് കണ്ട ലജ്ജയും ഹ്രീയും ധീയും എല്ലാം തന്റെ സ്വരൂപത്തിലേക്ക് വരും. അതുകൊണ്ട് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ വൃത്തികൾ അനന്തവൃത്തികളാണ്. അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊന്തും. അല്പനേരം കണ്ണടച്ചിട്ട് നോക്കുക, വിലീനമായ ചിച്ചക്തി കാണാം. അനങ്ങാതിരുന്നാവും. ആ ചിച്ചക്തി ഒറ്റ നിമിഷം കൊണ്ട് അമ്മയാവും, അച്ഛനാവും, മകനാവും, മകളാവും, ഭർത്താവും, ഭാര്യയാവും, എല്ലാം ആവും. ഒറ്റ നിമിഷം മതി. ഒരു നിമിഷം മിഴിയടച്ച് ഭക്തിപുരസരം ബദരിനാരായണന്റെ തിരുമുമ്പിൽ ബദ്ധയായി നിൽക്കുമ്പോൾ ആ വിലീനമായ ചിച്ചക്തി ബദരിനാരായണനിൽ ആരോപിച്ച് കാണുന്ന ഒറ്റ നിമിഷം കൊണ്ട് വീട്ടിലിരിക്കുന്ന ഭാര്യയോ ഭർത്താവോ മകനോ മകളോ അച്ഛനോ കയറി വരും. ഇനി ഇവിടെ നിൽക്കുന്നതോ അവിടെ നിൽക്കുന്നതും തുല്യമാണ്. ഇവിടുന്ന് അവിടം വരെ മുടക്കിയ കാശ് പോയി എന്ന് ഫലം. ഒരു ബലമുണ്ട്. കാശ് പോയി. ഇനി ആവേഗം കൂടുതലായി. ഇനി എപ്പോഴാണ് നമ്മൾ തിരിച്ചു മടങ്ങുക? തൊട്ടൊന്നും ഇനി വേഗം എത്തണം. മറന്നുപോയി. ഇപ്പോ എൻ്റെ പെട്ടി തുറക്കുന്നുണ്ടാവും. അവിടെ പെട്ടിയായി. എവിടെയാ നമ്മൾ ഇരിക്കുന്നത്? എവിടെയാ? ബദരിനാരായണനിൽ. നാരായണനുണ്ടോ ഇപ്പൊ കൂടെ? ഇല്ല. നാരായണൻ ഇറങ്ങിപ്പോയി. ആ പെട്ടിയും പ്രമാണവും താക്കോലും ഒക്കെ ഇപ്പൊ കൂടെ. ഇത്രയും രൂപ മുടക്കി അവിടെ പോയി പെട്ടി കാണുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഇരുന്ന് കണ്ടാൽ പോരെ. ഇതെല്ലാം കെട്ടിപ്പിടിച്ചിരുന്നാൽ പോരെ. ഇവിടെയാണ് ചാത്തൻ ചുരക്ക കൊടുത്തു വിട്ട പോലെ പോരുന്നത്. ഒറ്റ മാറ്റവും വരില്ല. മറിച്ച് വിലീനമായ ഈ ശക്തി അല്പം പോലും ത്രസിക്കാതിരിക്കുന്നെങ്കിൽ എവിടെ ഇരുന്നാലെത്തും. അവിടെയാണ് ഓരോന്ന് എണ്ണണം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുൾ ഒടുങ്ങിയാൽ ഒടുങ്ങും. നിന്നിടും ദൃക്ക്. അപ്പൊ ദൃക്ക് നിൽക്കുകയല്ല. തദേജതി തദ്നയേജതി that moves not. കാപ്രയുടെ തർജ്ജമ തന്നെ ഇങ്ങനെയാണ്. that moves not. തദേജതി തദ്നയേജതി. അത് ചലിക്കുന്നു, ചലിക്കുന്നില്ല. കേവലതയിൽ അത് നിശ്ചലമാണ്. സ്വാഭാവികതയിൽ അത് ചലിക്കുന്നു. ബോധം സ്വാഭാവികമാകുമ്പോൾ ജാഗ്രത്തും സ്വപ്നവുമാകുന്ന ഉപാധികളിൽ, സുഷുപ്തിയാകുന്ന ഉപാധിയിൽ, സ്ഥൂല സൂക്ഷ്മ കാരണ ദേഹങ്ങളാകുന്ന ഉപാധികളിൽ, ഇന്ദ്രിയങ്ങളാകുന്ന ഉപാധികളിൽ, അതെന്റെ കണ്ണാകുന്ന ഉപാധിയിൽ ബോധമെത്തിയാൽ കാണും. ആ ഉപാധിയിൽ എത്തുന്നില്ലെങ്കിൽ കാഴ്ചയില്ല. ചിലർക്ക് ആ ഉപാധി തന്നെ പ്രവർത്തനം വേണ്ടെന്ന് മോളിയെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഉപാധിയെ പറ്റില്ലാതായി. ആ ഉപാധിക്ക് കഴിവുണ്ടെങ്കിലും ഇപ്പൊ ആ ഉപാധിയിൽ ഈ ബോധം എത്തുന്നില്ലെങ്കിൽ മുമ്പിൽ കൂടെ പോയാലും കാണുകയില്ല. ഞാൻ നിന്നെ കണ്ടായിരുന്നു. ഓ, നീ അവിടെ അങ്ങനെ ചെത്തി നടക്കുമ്പോൾ എന്നെ കണ്ടാലുണ്ടോ അറിയുള്ളൂ. സത്യം പറയുക, ഞാൻ കണ്ടില്ല, കാണുകയില്ല. കാരണം ബോധമില്ല അവിടെ. ആ ഉപാധിയിൽ ആ ബോധമില്ല. ഉപാധിരഹിതമായ ബോധം ഉപാധിയിൽ വരുമ്പോൾ സ്വാഭാവികം ചലിക്കും. ആ ഉപാധിയുടെ മാറ്റം അനുസരിച്ച് അതടുത്താണ്, തദ്ദൂരേ അത് അകലെയാണ്, തദന്തികേ അടുത്താണ്, തദന്തരസ്യ സർവസ്യ അതെല്ലാത്തിൻ്റെ ഉള്ളിലാണ്, തത് സർവസ്യാസ്യ ബാഹ്യത. ഇങ്ങനെയൊക്കെ പഠിക്കുന്നതിന് പ്രാന്തെന്നല്ലേ പറയണ്ടേ? നിങ്ങൾ ഈ ആധുനിക വിഷയങ്ങളൊക്കെ പഠിച്ച് ഒരുപാട്